ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഒരു കാര്യമായിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെരുന്നാളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്നവരുണ്ട് കേട്ടോ. 10 പീസ് 20 പീസൊക്കെ ഇട്ട്. അപ്പോൾ അവരെപ്പോഴും വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലാഭമൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഹോൾസെയിലായിട്ട് സ്റ്റിച്ച് ചെയ്ത മാക്സീസൊക്കെ കൊടുക്കുന്നവർ ഒരു എമൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും കച്ചവടം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇത്തവണത്തെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ 167 രൂപയ്ക്ക് 10 പീസ് വാങ്ങുന്നവർക്കാണ് കേട്ടോ. 10ഉം 15ഉം 20ഒക്കെ പീസ് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു ഇത് കൊടുക്കാമെന്ന് കരുതിയാണ്. അവരിതുപോലെ എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ പറയും അവർ ഞങ്ങളിങ്ങനെ മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്കത് ഒത്തിരി എമൗണ്ട് വന്ന പാടാണ്, ഒട്ടും ലാഭം കിട്ടില്ല തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാലും എന്ന് പറഞ്ഞ് അങ്ങനെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് 10 പീസും അല്ലെങ്കിൽ 20 പീസൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തവണ ഞാനൊരു ഓഫർ പ്രൈസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 167 രൂപയെ വരുന്നുള്ളൂ. 10 പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് 120 രൂപയാട്ടോ വരുന്നുള്ളൂ. അപ്പോൾ DTDC നമുക്ക് ഈ ഒരു ഓഫറിൽ DTDC അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് പോസ്റ്റ് വഴി അയക്കുമ്പോഴാണ് ഈ ഒരു 120 രൂപ 10 പീസിന് കേട്ടോ. 10 പീസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ 1 2 3 പീസൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ 1 2 പീസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒത്തിരി റേറ്റ് ഞാൻ വാങ്ങാറുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ കമൻറ്റ് ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ പറയാതെ തന്നെ, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അപ്പോൾ ഇതെല്ലാം നല്ലൊരു പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊക്കെ നേരത്തെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രിൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് കുറേ സ്റ്റോക്ക് ഔട്ടായി പോയി. ഇനി ബാക്കിയുള്ള പ്രിൻറ്റുകളാണ് ഞാൻ കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അവർ ചോദിക്കും ഇനി അതുണ്ടോ അവൈലബിൾ ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിലുള്ള കുറച്ചും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിലവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് അവർ എല്ലാവരും ഒരേ പ്രിൻറ്റിലുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. അത് എത്ര പേര് വിളിച്ച് ചോദിച്ചോന്ന് എനിക്കറിയില്ല. അത് ആ വീഡിയോ ഇടും ഒരു 2 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഇത് തീരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 290ൻ്റെ മാത്രമാണ് ഉള്ളൂ കേട്ടോ. 320ൻ്റെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 290ൻ്റെ മാത്രമേ ഉള്ളൂ. 290 ആവശ്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ ചിലവർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നെ കുർത്തിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബിറ്റുകൾ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ അവർക്ക് ബോട്ടത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ബോട്ടം തയ്ക്കുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് വീതി കിട്ടുമെന്ന് അറിയില്ല. പീസ് വെച്ചിട്ട് വേണം നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ മറ്റേ ഇതിൽ സീറ്റളവൊക്കെ കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണമായിരിക്കും. വണ്ണം കുറഞ്ഞവർക്ക് കുഴപ്പമില്ല. വണ്ണം ഉള്ളവർ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തികയുമോ എന്നുള്ള കാര്യം. അപ്പോൾ പ്ലെയിൻ ബിറ്റുകൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം പ്ലെയിൻ ബിറ്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചില സമയത്ത് നമ്മൾ ഓരോ പ്രിൻറ്റുകൾ തപ്പി പോകുമ്പോഴേ നമുക്ക് അത് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട്. മിക്കവരും പ്രീ ബുക്കിംഗ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കയ്യിൽ നിന്നൊന്നും അവർ പൈസ ഇട്ട് തരാമെന്നൊക്കെ പറയും, അത് തന്നെ വേണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ അത് പിന്നീട് അവർക്ക് അങ്ങനെ ഒരു നമ്മളൊരു 1000 2000 3000 എണ്ണമൊക്കെ പറയുകയാണെങ്കിൽ മാത്രമാണ് അവരത് നമുക്ക് മില്ലിൽ നിന്ന് അടിച്ച് തരുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് ഒക്കെ അല്ലേ, ഞാനൊക്കെ വളരെ കുറച്ചാണ് എടുക്കുക. ഒരു 200 300 അല്ലെങ്കിൽ 400 500 ഒക്കെ ബിറ്റുകളായിരിക്കും എടുക്കാറ്. അങ്ങനെയാണ് ഞാൻ ഓരോ പർച്ചേസിൽ എടുക്കാറുള്ളൂ. ഒരുപാട് പ്രിൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി പല ഡിസൈനിലുള്ള പ്രിൻറ്റുകളാണല്ലോ നമുക്ക് വീഡിയോ ഇടുമ്പോൾ വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു പ്രിൻറ്റ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്കത് കാണിക്കാനൊന്നും ഇതുണ്ടാവില്ലല്ലോ. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പല പ്രിൻറ്റുകൾ കാണിച്ചാലാണല്ലോ
അതിലൊരു ഇതുള്ളൂ. അപ്പോൾ സെലക്ട് ചെയ്യാനും എല്ലാവർക്കും താല്പര്യവും അങ്ങനെ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.